Hello students, a very big hi from Top Tuition. ഓർഗാനിക് കെമിസ്ട്രിയിലെ സൈക്ലിക് കോമ്പൗണ്ട്സ് മുതൽ കവർ ചെയ്യുന്ന സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈക്ലിക് ഓർ റിംഗ് ഹൈഡ്രോകാർബൺസ്. എന്താണ് ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ്? 3 എക്സാമ്പിൾ വെച്ചിട്ട് വിശദീകരിക്കുക. ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ് എന്നാൽ നമ്മൾ പഠിച്ച ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ അങ്ങനെയുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ഇല്ലേ, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള റിംഗ് ഫോമിൽ വരുന്ന ഹൈഡ്രോകാർബൺസിനെയാണ് ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 3 കാർബൺ ആറ്റമുള്ള ഒരു ഓപ്പൺ ചെയിനിൽ ഡബിൾ ബോണ്ട് ഒന്നുമില്ല, എല്ലാം സിംഗിൾ ബോണ്ടായ ആ കോമ്പൗണ്ടിനെ നമ്മൾ പ്രൊപ്പൈൻ എന്നാണ് ഓപ്പൺ ചെയിനിൽ വരുന്നത്. അത് ഒരു റിംഗ് ഫോമിലേക്കായി മാറിയ അത് ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺ ആകും. ഈ ആലിസൈക്ലിക് ഹൈഡ്രോകാർബണിന്റെ നെയിമിംഗ് നമ്മൾ കൊടുക്കുന്നത് സൈക്ലോ എന്നുള്ള ഒരു വേർഡ് പ്രിഫിക്സ്, അതായത് ആദ്യം ഒരു സൈക്ലോ എന്ന് ചേർത്തിട്ട് ഇത് ഏത് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഏതാണെന്നുള്ളതിന് അതിന്റെ IUPAC നെയിം കൂട്ടി എഴുതിയിട്ടാണ് അതിനെ സൈക്ലിക് ഹൈഡ്രോകാർബൺസിനെ നമ്മൾ നെയിം ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സൈക്ലോ പ്രൊപ്പൈൻ, ഇത് സൈക്ലോ പ്രൊപ്പൈൻ ആണ്. ഇത് എന്തുകൊണ്ട് പ്രൊപ്പൈൻ ആയത്? 3 കാർബൺ ആറ്റം എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ആൽക്കൈൻ ഗ്രൂപ്പിലാവുമ്പോൾ പ്രൊപ്പൈൻ വരും. റിംഗ് ആയത് കാരണം സൈക്ലോ നമുക്ക് മുമ്പിൽ ചേർക്കണം, അതുകൊണ്ടാണ് ഇത് സൈക്ലോ പ്രൊപ്പൈൻ എന്ന് വന്നത്. ഇനി ഈ റിംഗ് ഫോമിലുള്ള ഈ സൈക്ലോ പ്രൊപ്പൈനെയും ഓപ്പൺ ചെയിനിലുള്ള ഈ പ്രൊപ്പൈനെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ റിംഗ് ഫോമിൽ C3H6 ആണ്. ഈ ഓപ്പൺ ചെയിൻ 3 കാർബൺ ആറ്റം സിംഗിൾ ബോണ്ടുള്ള അതിൻ്റെ ഫോർമുല, മോളിക്കുലാർ ഫോർമുല C3H8 ആണ്. അപ്പോൾ ഈ ഓപ്പൺ ചെയിൻ റിംഗ് ഫോമിലേക്ക് ആകുമ്പോൾ ഈ ഫസ്റ്റത്തെ കാർബൺ ഈ ഒരു ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ട് ഉണ്ടാവില്ല, ഈ ലാസ്റ്റത്തെ കാർബണും ഒരു CH ബോണ്ട് ഉണ്ടാവില്ല. അങ്ങനെ 2 തുടക്കത്തിലെയും അവസാനത്തിലെയും ആ കാർബൺ ആറ്റത്തിലെ ഫ്രീ ആയി വരുന്ന ആ ഇലക്ട്രോൺസ് അത് കണക്ട് ചെയ്ത് ആ ഒരു CC ബോണ്ട് പുതുതായി വന്നിട്ടാണ് ആ റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഈ C3H6 നിന്നും 2 ഇത് കൂടുതലാണ് C3H8 ഓപ്പൺ ചെയിനിൽ സംഭവിക്കുന്നത്. ഇത് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് C4H8 സൈക്ലോ ബ്യൂട്ടൈൻ. സൈക്ലോ ഇത് റിംഗ് ആയത് കാരണം 4 സിംഗിൾ ബോണ്ടഡ് കാർബൺ ഉണ്ട്, അപ്പോൾ ബ്യൂട്ടൈൻ ആണ് സൈക്ലോ ബ്യൂട്ടൈൻ. സിമിലർലി സൈക്ലോ ബ്യൂട്ടീൻ, എന്തുകൊണ്ടാണ്? 4 ഉള്ളത് കാരണം ബ്യൂട്ട് ഇസ് എ റൂട്ട് വേർഡ്, ഡബിൾ ബോണ്ട് ഉള്ളത് കാരണം ഈൻ ആൽക്കീൻ ആണ്, ബ്യൂട്ടീൻ ആണ്, റിംഗ് ആയത് കാരണം സൈക്ലോ, അപ്പോൾ സൈക്ലോ ബ്യൂട്ടീൻ. തന്നിരിക്കുന്ന ഈ ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസിന്റെ IUPAC നെയിം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5 കാർബൺ ആറ്റമുള്ള ഡബിൾ ബോണ്ടഡ് ഉള്ള ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്. 5 കാർബൺ ആറ്റം ആകുമ്പോൾ റൂട്ട് വേർഡ് 5, ഡബിൾ ബോണ്ട് ഉള്ളത് കാരണം ആൽക്കീൻ ആണ്, അപ്പോൾ പെൻറ്റീൻ ആണ് ഇതിന്റെ ഓപ്പൺ ഫോമിലുള്ള പേര്. സൈക്ലിക് ആയത് കാരണം സൈക്ലോ, അപ്പോൾ സൈക്ലോ പെൻറ്റീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6 കാർബൺ ആറ്റം ഉണ്ട്, റൂട്ട് വേർഡ് ഹെക്സ് ആണ്, എല്ലാം സിംഗിൾ ബോണ്ടഡ് ആണ്, അപ്പോൾ ആൽക്കെയിൻ ഫാമിലി, അതായത് ഹെക്സെയിൻ ആണ്, റിംഗ് ആയത് കാരണം സൈക്ലോ ഹെക്സെയിൻ. എന്താണ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്? 2 എക്സാമ്പിൾ പറയുക. ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്നാൽ ഒരു യുണീക്ക് അരോമ ഉള്ള സൈക്ലിക് ഹൈഡ്രോകാർബൺസ്, അതിനാണ് നമ്മൾ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബെൻസീൻ. ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല C6H6. അതിൻ്റെ സ്ട്രക്ചർ 6 കാർബൺ ആറ്റം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള CC ബോണ്ട് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഇതാണ് ബെൻസീൻ്റെ സ്ട്രക്ചർ. ഇതൊരു ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. വേറെ ഒരു കോമൺ ആയിട്ട് എക്സാമ്പിൾ ആണ് നാഫ്തലിൻ C10H8. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. 2 ബെൻസീൻ റിങ്സ് ഫ്യൂസ് ചെയ്ത മാതിരിയുള്ള ആ ഒരു സ്ട്രക്ചറാണ് നാഫ്തലിനുള്ളത്. ഇത് രണ്ടും ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന്റെ കോമൺ എക്സാമ്പിൾ ആണ്. നാഫ്തലിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. നാഫ്തലിൻ അതൊരു ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. മോളിക്കുലാർ ഫോർമുല C10H8. നാഫ്തലിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്, ഒരു മണമുണ്ട്. വൈറ്റ് ക്രിസ്റ്റലൈൻ ഫോമിലാണ് നാഫ്തലിൻ ഉള്ളത്. അത് ഒരു സൈക്ലിക് ഹൈഡ്രോകാർബൺ, 2 ബെൻസീൻ റിങ്സ് ഫ്യൂസ് ചെയ്ത സ്ട്രക്ചറാണ് നാഫ്തലിൻ്റെത്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാഫ്തലിൻ ബോൾസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നാഫ്തലിൻ. കാറ്റനേഷൻ എന്നാൽ എന്താണ്? കാർബൺ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. കാറ്റനേഷൻ എന്നാൽ ഒരു എലമെന്റിന് അതിന്റെ ആറ്റവുമായിട്ട് തന്നെ കമ്പൈൻ ചെയ്യാനുള്ള ഒരു
കപ്പാസിറ്റി, അതിനെയാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത്. കാർബണിന് കാറ്റനേഷൻ എബിലിറ്റി കൂടുതലായിട്ട് ഉണ്ട്. കാർബൺ അത് ആ കാറ്റനേഷൻ എബിലിറ്റി ഉള്ളത് കാരണം ഓപ്പൺ ചെയിൻ ആയിട്ടും സൈക്ലിക്കുമായിട്ടും എല്ലാം കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കാർബണിനുണ്ട്. ഇതൊരു കാർബൺ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് കമ്പൈൻ ചെയ്ത് കാർബണായിട്ട് കൂടുതൽ ലിങ്ക്സ് ആയിട്ട് ഫോം ചെയ്തിട്ട് ഓപ്പൺ ചെയിൻ ഉണ്ടാക്കാൻ പറ്റും. ഇതിനി സൈക്ലിക് ഫോമിൽ കമ്പൈൻ ചെയ്തിട്ട് സൈക്ലിക് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കാറ്റനേഷൻ കേപ്പബിലിറ്റി കാർബണിന് കൂടുതലുള്ളത് കാരണമാണ് ഇത്ര അധികം കോമ്പൗണ്ട്സ് കാർബണിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് ഒരു ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3. അതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് പറഞ്ഞത്. അത് എത്ര കാർബൺ ഉണ്ട് എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് കമ്പൈൻ ചെയ്ത് എഴുതി. മോളിക്കുലാർ ഫോർമുല C4H8. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ സെയിം മോളിക്കുലാർ ഫോർമുല, അതായത് C4H8 എന്നുള്ള മോളിക്കുലാർ ഫോർമുലയിലുള്ള സൈക്ലിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 4 കാർബൺ ആറ്റമുള്ളതല്ലേ, അപ്പോൾ നമ്മൾ 4 കാർബൺ ഇങ്ങനെ സൈക്ലിക് ഫോമിൽ വരച്ചു. ഇനി ഹൈഡ്രജൻ 8 ആണുള്ളത്. ആ 8 ഓരോന്നിനും ഓരോ കാർബൺ ആറ്റത്തിലും 2 വാലൻസ് ഇലക്ട്രോൺ മാത്രം അങ്ങോട്ടും അടുത്ത കാർബൺ ആറ്റവുമായി ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാർബൺ ആറ്റത്തിലും 2 വാലൻസ് ഇലക്ട്രോൺ ഫ്രീ ഉണ്ട്. അപ്പോൾ ഓരോ കാർബൺ ആറ്റവും 2 ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്ത് ടോട്ടൽ ഇങ്ങനെ എല്ലാം സിംഗിൾ ബോണ്ടായിട്ട് സൈക്ലോബ്യൂട്ടൈൻ ഉണ്ടായി. ഇനി ഒരു നോട്ടായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ, ഈ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ്, ഡബിൾ ബോണ്ട് ഉണ്ട്, CnH2n എന്നുള്ളതാണ് ഇതിൻ്റെ ഈ C4H8ന്റെ ആ ജനറൽ ഫോർമുല. ഇതൊരു ആൽക്കീൻ ആണ്, ഡബിൾ ബോണ്ടുള്ള ആൽക്കീൻ, അതിൻ്റെ പേര് ബ്യൂട്ടീൻ ആണ്. ഇനി ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഒന്ന് വരച്ച് നോക്കൂ. ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഇതിരിക്കും. അതായത് ഓപ്പൺ ചെയിനിൽ ആൽക്കീൻ ആയത് കാരണം ഫസ്റ്റത്തെ നമ്മളത് ഡബിൾ ബോണ്ടാക്കി, ബാക്കി 8 കാർബൺ ആറ്റം ഓരോന്നിലും കൊടുത്തു. ഈ സെയിം മോളിക്കുലാർ ഫോർമുല ഓപ്പൺ ചെയിൻ ആയിരുന്നപ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. ഈ സെയിം മോളിക്കുലാർ ഫോർമുലേനെ സൈക്ലിക് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഡബിൾ ബോണ്ട് ഇല്ല, ഒരു ലെവൽ താഴ്ന്ന് സിംഗിൾ ബോണ്ടായിട്ടാണ് എല്ലാം വന്നിരിക്കുന്നത്. അതാണ് ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയിനിൽ എത്രയാണോ മാക്സിമം വലിയ ട്രിപ്പിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനേക്കാളും ഒരു ലെവൽ താഴെ ആയിരിക്കും കറസ്പോണ്ടിങ് ആ ഓപ്പൺ ചെയിനിനെ സൈക്ലിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അത് ഇവിടെ ഡബിൾ ബോണ്ടാണ് ഓപ്പൺ ചെയിൻ, അപ്പോൾ അതിനെ സൈക്ലിക് ആക്കുമ്പോൾ സിംഗിൾ ബോണ്ട്. ഇപ്പോൾ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനെ സൈക്ലിക് ഫോമിലേക്ക് ആകുമ്പോൾ അത് ഡബിൾ ബോണ്ട് ആകും. ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. നമുക്ക് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അത് രണ്ടൊന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കോമ്പൗണ്ട് ബെൻസീൻ ആണ്, C6H6. രണ്ടാമത്തെ കോമ്പൗണ്ട് C6H12 സൈക്ലോഹെക്സൈൻ. മോളിക്കുലാർ ഫോർമുല C6H6 ബെൻസീൻ, C6H12 സൈക്ലോഹെക്സൈൻ. ബെൻസീൻ ഒരു ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് വരുന്ന ഒരു പ്ലാനാർ റിംഗ് സ്ട്രക്ചറിലാണുള്ളത്. സൈക്ലോഹെക്സൈനിൽ എല്ലാനും സിംഗിൾ ബോണ്ട് ആയിരിക്കും. ബെൻസീൻ ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ്, സൈക്ലോഹെക്സൈൻ ഒരു ആലിസൈക്ലിക്. ഈ ബെൻസീനിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും 50-50 ആണ് റേഷ്യോ, 1:1 അപ്പോൾ അത് കത്തുമ്പോൾ ഒരു ക്ലീൻ ആയിട്ട് കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കില്ല. ഒരു യെല്ലോ സൂട്ടി ഫ്ലെയിമിലായിരിക്കും അതിൻ്റെ കത്തുമ്പോൾ സംഭവിക്കുന്നത്. ഇനി സൈക്ലോഹെക്സൈനിൽ ഹൈഡ്രജൻ്റെ അളവ് കൂടുതലുണ്ടാവും, അത് കത്താൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്നത് ആണ്. അപ്പോൾ അതിൻ്റെ ബേണിംഗ് ക്ലീൻ ആയിരിക്കും, ബ്ലൂ ഫ്ലെയിമിലായിരിക്കും അത് കത്തുന്നത്. കാർബൺ കോമ്പൗണ്ട്സിൻ്റെ നമ്പർ വളരെ കൂടുതലാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് റീസൺ, കാറ്റനേഷൻ പ്രോപ്പർട്ടി കാർബണിന് നല്ല കൂടുതലാണ്, ആ എബിലിറ്റി നല്ല കൂടുതലാണ്. കാർബൺ ആറ്റവുമായി തന്നെ കൂടുതൽ ബ്രാഞ്ചസും ലോങ് ചെയിനും റിങ്ങും അങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺസും കോമ്പൗണ്ട്സും ധാരാളം ഉണ്ടാക്കുന്നു. രണ്ടാമത് അതിന് ടെട്രാ വാലൻസി, കാർബണിന് 4 വാലന്റ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അത് മറ്റു ആറ്റവുമായിട്ട് സ്റ്റേബിൾ കോവലന്റ് ബോണ്ട്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുറേ എലമെൻറ്റ്സ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. അടുത്തൊരു പ്രോപ്പർട്ടി, കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ കാർബണിന് ഹെൽപ്പ് ചെയ്യുന്നത് അതിന് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഐസോമെറിസം വേറൊരു കാർബണിന് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് സെയിം മോളിക്കുലാർ ഫോർമുല നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടു. ഒരു മോളിക്കുലാർ ഫോർമുല എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോങ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസും ഉണ്ടാക്കാം, റിങ്ങും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ
ഒരു സെയിം മോളിക്കുലാർ ഫോർമുല വെച്ചിട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന അതിനെ ഐസോമെറിസം എന്നാണ് പറയുന്നത്. ആ പ്രോപ്പർട്ടിയും കാർബണിനുണ്ട്. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് ആൽക്കഹോൾസ്, കാർബൺ കുറേ ആൽക്കഹോൾസ് പല കോമ്പൗണ്ട്സ് ഉണ്ടാക്കും, ആസിഡ് ഗ്രൂപ്പിൽ കുറേ കോമ്പൗണ്ട്സ് ഉണ്ടാക്കും, ആൽഡിഹൈഡ്സ്, അങ്ങനെ കുറേ ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ട് ഡൈവേഴ്സ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കാർബണിനുണ്ട്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ബോണ്ട് സ്ട്രെങ്ത്. അതിൻ്റെ കോവലന്റ് ബോണ്ട്സ് ഒക്കെ ഭയങ്കര സ്ട്രെങ്ത് കൂടിയതാണ്, സ്റ്റേബിൾ കോമ്പൗണ്ട്സ് എല്ലാം ഉണ്ടാക്കും. ഇതൊക്കെയാണ് കാർബണിൻ്റെ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് കൂടാനുള്ള സ്പെസിഫിക് പ്രോപ്പർട്ടീസ്. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് സെഷൻ പെട്രോളിയം. പെട്രോളിയം എന്താണ്, എങ്ങനെയാണത് രൂപപ്പെടുന്നത്, സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പെട്രോളിയത്തിനെ സംബന്ധിച്ച്, അതാണ് ക്വസ്റ്റ്യൻ. പെട്രോളിയം നമുക്കുള്ള ഒരു ഫോസിൽ ഫ്യൂവൽ ആണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് മൈൻ ചെയ്ത് എടുക്കുന്നതാണ്. അത് മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ് പെട്രോളിയം എന്ന് പറയുന്നത്. അത് ഭൂമിയുടെ അടിയിലുള്ള പാറക്കെട്ടുകളുടെ ഉള്ളിൽ നിന്നും ഭൂമിയുടെ താഴെ നിന്നാണ് നമുക്ക് പെട്രോളിയം രൂപപ്പെട്ട് കിട്ടുന്നത്. ഈ പെട്രോളിയം എങ്ങനെ രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസംസ്, ജീവനുള്ള ജീവികൾ ഭൂമിയുടെ അടിയിൽ കുറേ നാൾ പെട്ട് അതിനുള്ള ഒരു കെമിക്കൽ ചേഞ്ച് വഴിയിട്ടാണ് അത് പെട്രോളിയമായിട്ട് രൂപപ്പെടുന്നത്. ഈ പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ പല പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ എടുക്കും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനുള്ള കോളമാണ്. അതിൽ ഓരോ ടെമ്പറേച്ചറിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്ന ആ മെക്കാനിസമാണ് ഇത്. ഫോസിൽ ഫ്യൂൽസിൻ്റെ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫോസിൽ ഫ്യൂൽസിൻ്റെ പ്രോപ്പർട്ടീസിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, ആ ഹൈഡ്രോ കാർബൺ അതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത്തേത് സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ, ആ ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചർ ഓപ്പൺ ചെയിൻ ആണോ, റിംഗ് ആണോ, അല്ലെങ്കിൽ ബ്രാഞ്ചസ് കൂടിയതുള്ളതാണോ, അങ്ങനെ അതിൻ്റെ സ്ട്രക്ചറാണ് രണ്ടാമത്തെ ഫാക്ടർ. നമ്പർ ഓഫ് കാർബണും സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിനും, ഇത് രണ്ടുമാണ് ആ ഫോസിൽ ഫ്യൂവൽസിൻ്റെ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി പെട്രോളിയം ഫ്യൂവൽസിൽ നിന്ന് വേർതിരിച്ച് എടുക്കുന്ന പല കോമ്പണൻസ് ആണ് നമ്മൾ ഈ ടേബിളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും 4 അത് നമ്മൾ പഠിക്കുക, അതിൻ്റെ എത്ര കാർബൺ ആറ്റം ഉണ്ട്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ടേബിൾ അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ അടുത്ത സെക്ഷൻ കോൾ, കൽക്കരി. കൽക്കരി എന്താണ്, അത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കൽക്കരി, കോളും ഒരു ഫോസിൽ ഫ്യൂവൽ തന്നെയാണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് നമുക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. കോൾ ഉണ്ടാകുന്നത് കാർബണൈസേഷൻ ഓഫ് പ്ലാന്റ് റിമെയിൻസ്, അതായത് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളുടെ കാർബണൈസേഷൻ നടന്നിട്ടാണ് കോൾ ഉണ്ടാകുന്നത്. പെട്രോളിയത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ജീവനുള്ള വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ, അതിൽ നിന്നാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് പെട്രോളിയമായി രൂപപ്പെടുന്നത്. ഇവിടെ പ്ലാന്റിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ്, സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കാർബണൈസേഷൻ വഴി കോൾ രൂപപ്പെടുന്നത്. അതാണ് കോളും പെട്രോളിയവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി കാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അടിയിലുള്ള ഈ സസ്യ അവശിഷ്ടങ്ങൾ കാർബണായിട്ടും രൂപപ്പെടുന്ന ആ പ്രോസസ്സ് എങ്ങനെ, നല്ല ഹൈ ടെമ്പറേച്ചറും പ്രഷറും വെയറില്ലാതെ ആ ഭൂമിയുടെ അടിയിൽ ആ പ്രസൻസിൽ ആ ഒരു സിറ്റുവേഷനിൽ ഈ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കാർബണായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ കോൾ ഉണ്ടാകുന്നത്. ആ പ്രോസസ്സിനെയാണ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. കൽക്കരിയുടെ ഡിഫറെൻറ്റ് ഫോംസ് എന്തൊക്കെയാണ്, അതിലെ കാർബൺ കണ്ടന്റിന്റെ പെർസെൻറ്റേജും എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോൾ, കൽക്കരി, അതൊരു ഫോസിൽ ഫ്യൂവലാണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. കാർബണൈസേഷൻ വഴിയാണ് ഈ പ്ലാന്റിൻ്റെ റിമെയിൻസ് കൽക്കരിയായിട്ട് കോളായിട്ട് മാറുന്നത്. ഇത് അങ്ങനെ കോളായിട്ട് മാറുമ്പോൾ കൽക്കരിയിൽ ഈ കാർബണിൻ്റെ കണ്ടന്റ് നമുക്ക് കിട്ടുന്ന എല്ലാ കോളിലും ഒരുപോലെ ആയിരിക്കില്ല. അതിൽ കാർബണിൻ്റെ കണ്ടന്റ് വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ കാർബൺ കണ്ടന്റിൻ്റെ ആ വ്യത്യാസത്തിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ കോളിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ആന്ത്രസൈറ്റ് 94% കാർബൺ ആയിരിക്കും, ബാക്കി 6% ആണ് മറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവുക. ഏകദേശം ഇങ്ങനെ ആയിരിക്കും. ദെൻ ബിറ്റുമിനസ് കോൾ 83% കാർബൺ, ലിഗ്നൈറ്റ് 67% കാർബൺ, പീറ്റ് 57% കാർബൺ.
ഇങ്ങനെ കാർബൺ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലുക്ക് ആൻഡ് ഫീലിലും കുറച്ച് വ്യത്യാസം കിട്ടും. ഇതാണ് ക്ലാസിഫിക്കേഷൻ. കൽക്കരിയുടെ മെയിൻ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ് ആയിട്ട്, ഇന്ധനമായിട്ട് ഉപയോഗിക്കും. പിന്നെ കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ് അതിൻ്റെ എല്ലാം മാനുഫാക്ചറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയിൽ അത് കൽക്കരി ഉപയോഗിക്കും. പിന്നെ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആയ ബെൻസിൻ, നാഫ്തലിൻ, ഫിനോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നതിനും കൽക്കരി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സിന്തറ്റിക് പെട്രോളും കൽക്കരി ഉപയോഗിച്ചുണ്ടാക്കുന്നു. പിന്നെ മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, മെഡിസിൻസ്, പെർഫ്യൂംസ് ഇതിനെല്ലാം നമ്മൾ കൽക്കരി ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് സെക്ഷൻ, നാച്ചുറൽ ഗ്യാസ്. എന്താണ് നാച്ചുറൽ ഗ്യാസ്? ഇമ്പോർട്ടൻസ് എന്താണ് നാച്ചുറൽ ഗ്യാസിന്റെ? അതാണ് ക്വസ്റ്റ്യൻ. നാച്ചുറൽ ഗ്യാസും ഒരു ഫോസിൽ ഫ്യൂവൽ തന്നെയാണ്. പെട്രോളിയത്തിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഫോസിൽ ഫ്യൂവലാണ് നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് വരുന്നത് മീഥെയിൻ ആണ്. ഒരു ഹൈ പ്രഷറിലുള്ള മീഥെയിൻ ഗ്യാസ്, അതിനെ നമ്മൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണത്, CNG. അത് ഒരു പൊല്യൂഷൻ ഫ്രീ വെഹിക്കിൾ ഫ്യൂവലാണ്. CNG നമ്മൾ ഉപയോഗിച്ചിട്ട് വെഹിക്കിളൊക്കെ ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ലിക്വിഫൈഡ് ഫോമിൽ ദ്രാവക രൂപത്തിലായിട്ടുള്ള മീഥെയിൻ ഗ്യാസ് ആയിട്ട് അതിനെ LNG പറയും, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അതും ഒരു എക്കോ ഫ്രണ്ട്ലി ഫ്യൂവലാണ്. ഭയങ്കര കുറവായ കാർബൺ എമിഷനാണ് ഈ LNGയും തരുന്നത്. അങ്ങനെ നാച്ചുറൽ ഗ്യാസ് മെയിൻലി നമ്മൾ ഫ്യൂവലായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്തൊക്കെയാണ്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണ്? ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അത് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് വഴിതെളിക്കുന്ന ഈ ഗ്യാസസ്, അതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നാൽ ഈ ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ചെയ്യുന്ന ഈ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ, നമ്മൾ സണ്ണിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ എർത്തിൽ തട്ടി റിഫ്ലക്റ്റഡ് ബാക്ക് ടു അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ ആ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആ റിഫ്ലക്റ്റഡ് ആയി വരുന്ന ഇൻഫ്രാറെഡിനെ തടഞ്ഞു നിർത്തും, ട്രാപ്പ് ചെയ്ത് വെക്കും. അതുകൊണ്ട് എർത്തിലെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടും. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ടെമ്പറേച്ചർ എർത്തിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്ന, എർത്തിൻ്റെയും അറ്റ്മോസ്ഫിയറിൻ്റെയും ആവറേജ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്ന ആ ഫിനോമിനനെ പറയുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിന് ഗ്ലോബൽ വാർമിങ്ങിനുള്ള റോൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് CFC, ക്ലോറോഫ്ലൂറോ കാർബൺ. ഈ ടോട്ടൽ ഗ്ലോബൽ വാർമിങ്ങിന്റെ 55% കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാരണമാകുന്നത്. ദെൻ മീഥെയിൻ 15%, N2O, നൈട്രസ് ഓക്സൈഡ് 6%, CFC വഴിയിട്ട് 10 to 24%. ഓരോന്നിൻ്റെയും ആനുവൽ ഗ്രോത്ത് റേറ്റും ഇവിടെ തന്നിട്ടുണ്ട്. ഈ സെക്ഷനിലുള്ള 1 word ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി കവർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: സൈക്ലിക് ഹൈഡ്രോകാർബൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 groups, നെയിംലി. സൈക്ലിക് ഹൈഡ്രോകാർബൺസിന് എന്തൊക്കെയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? Alicyclic and aromatic. Dash hydrocarbons are cyclic hydrocarbons similar to open chain hydrocarbons. ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസിനോട് ചേർന്ന് നിൽക്കുന്ന സിമിലർ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ് ഏതാണ്? സൈക്ലിക് ഹൈഡ്രോകാർബൺ ഏതാണ്? ആലിസൈക്ലിക്. Alicyclic compounds can be named by adding the term dash as prefix along with IUPAC name of the hydrocarbon. IUPAC നെയിം ഓഫ് ഹൈഡ്രോകാർബണിന്റെ കൂടെ ഏത് പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആലിസൈക്ലിക് കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുന്നത്? സൈക്ലോ. Aromatic compounds are cyclic compounds having a unique aroma. The molecular formula of benzene is C6H6. Dash is an aromatic hydrocarbon with a white crystalline form. Answer: naphthalene. 2 benzene rings are fused together to form the structure of. 2 benzene rings fuse ചെയ്ത മാതിരി സ്ട്രക്ചർ ഉള്ളത് ഏതിനാണ്? naphthalene. Dash is the main ingredient in mothball. Mothball അതായത്
നാഫ്തലിൻ ബോൾസിലുള്ള ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാഫ്തലിൻ. Question. The molecular formula of naphthalene is C10H8. Michael Faraday discovered the compound dash experimentally. Answer. Benzene. Dash proposed the structure of benzene. Benzene structure ആരാ propose ചെയ്തത്? Answer. Kekulé. Dash is formed as a result of chemical changes undergone by remains of living organisms over a long period of time. ജീവനുള്ള വസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും കുറെ നാൾ കഴിഞ്ഞ് രൂപപ്പെടുന്നത് ഏതാണ്? പെട്രോളിയം. Petroleum is formed as a result of chemical changes undergone by the remains of dash over a long period of time. ഏതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം വരുന്നത്? ലിവിങ് ഓർഗാനിസംസ്. Different components of petroleum are separated using the method of പെട്രോളിയത്തിലെ കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന ആ മെത്തേഡിനെ പറയുന്ന പേര് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഡാഷ് ഈസ് ദ മെയിൻ കോമ്പണന്റ് ഓഫ് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. ആൻസർ. ബ്യൂട്ടേൻ. LPG stands for liquid petroleum gas. Coal is formed as a result of chemical changes undergone by the remains of dash over a long period of time. കോൾ ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്? റിമൈൻസ് ഓഫ് പ്ലാന്റ്സ്, സസ്യങ്ങളിൽ നിന്നാണ് കോൾ ഉണ്ടാകുന്നത്. കോൾ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ഡാഷ് കാർബൺ. ഡാഷ് ഈസ് ദ ഫോം ഓഫ് കോൾ വിത്ത് ഹയസ്റ്റ് കാർബൺ കണ്ടന്റ്. കോളിന് കൽക്കരിക്ക് പല വിധത്തിലുള്ള കാർബൺ കണ്ടന്റ് അനുസരിച്ചിട്ട് പല നെയിമിൽ നമ്മൾ പഠിച്ചു. ഏറ്റവും ഹയസ്റ്റ് കാർബൺ കണ്ടന്റ് ഉള്ളത് ആന്ത്രസൈറ്റ്. Dash is a form of coal with lowest carbon content. Lowest carbon content ഉള്ള കോൾ ഏതാണ്? peat. Dash is used as domestic and industrial fuel. ഏതാണ് ഡൊമസ്റ്റിക്കും ഇൻഡസ്ട്രിയലും ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്? കൽക്കരി, കോൾ. Dash is the main constituent gas of natural gas. നാച്ചുറൽ ഗ്യാസിലെ മെയിൻ ഉള്ളത് മീഥെയിൻ. CNG means compressed natural gas. LNG means liquefied natural gas. GAIL full form Gas Authority of India Limited. Under the GAIL scheme, dash is supplied in Kerala. എന്താണ്? LNG. Dash is a main gas produced by the combustion of carbon and carbon compounds. കാർബൺ കോമ്പൗണ്ട്സും കത്തുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. അപ്പാർട്ട് ഫ്രം ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഡാഷ് ആൻഡ് ഡാഷ് ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതുകൂടാതെ വേറെ ഏതൊക്കെയാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കൊടുക്കുന്നത്? ഓസോൺ ആൻഡ് വാട്ടർ വേപ്പർ. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.